ബീജാപ്പൂരിലേക്ക് സ്വാഗതം. ചരിത്രവും വാസ്തുവിദ്യയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നഗരം. ആദിൽ ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ബീജാപ്പൂർ. മുഹമ്മദ് ആദിൽ ഷായ്ക്ക് വേണ്ടി നിർമ്മിച്ച ശവകുടീരമായ ഗോൾ ഗുംബസ് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ താഴികക്കുടമായ ഇതിൻ്റെ കൂറ്റൻ താഴികക്കുടം ആദിൽ ഷാഹി രാജവംശത്തിൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന് ഒരു തെളിവാണ്. ബീജാപ്പൂരിൻ്റെ ചരിത്രം 10-ാം നൂറ്റാണ്ടിലേതാണ്. എന്നാൽ ആദിൽ ഷാഹി രാജവംശത്തിൻ്റെ കാലത്താണ് നഗരം അതിൻ്റെ ഉന്നതിയിലെത്തിയത്. രാജവംശത്തിലെ ഭരണാധികാരികൾ കലയുടെയും വാസ്തുവിദ്യയുടെയും രക്ഷാധികാരികളായിരുന്നു. അവരുടെ പാരമ്പര്യം നഗരത്തിലെ അതിശയിപ്പിക്കുന്ന സ്മാരകങ്ങളിൽ കാണാൻ കഴിയും. താഴികക്കുടത്തിൻ്റെ അടിഭാഗത്തുള്ള വിസ്പറിംഗ് ഗാലറി തികഞ്ഞ സ്റ്റീരിയോഫോണിക് അക്കോസ്റ്റിക്സ് പ്രദർശിപ്പിക്കുന്ന മറ്റൊരു ആകർഷകമായ സവിശേഷതയാണ്. ചുവരിനോട് ചേർന്ന് പതുക്കെ സംസാരിച്ചാൽ പോലും മറുവശത്ത് കേൾക്കാം. അത് പരീക്ഷിക്കുന്ന സന്ദർശകരുടെ ശബ്ദബഹളമാണ് ഇപ്പോൾ. ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമന് വേണ്ടി നിർമ്മിച്ച ഒരു ശവകുടീര സമുച്ചയമായ ഇബ്രാഹിം റൗസ നഗരത്തിൻ്റെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന മറ്റൊരു വാസ്തുവിദ്യ അത്ഭുതമാണ്. സങ്കീർണമായ കൊത്തുപണികൾ, മിനാരങ്ങൾ, മനോഹരമായ ഒരു പള്ളി എന്നിവ ഈ സമുച്ചയത്തിലുണ്ട്. ബീജാപ്പൂർ ചരിത്ര സ്മാരകങ്ങളുടെ ഒരു നഗരം മാത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. നഗരത്തിൻ്റെ സാംസ്കാരിക കലണ്ടറിൽ അതിൻ്റെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യങ്ങളും ആഘോഷിക്കുന്ന ഉത്സവങ്ങളും പരിപാടികളും നിറഞ്ഞിരിക്കുന്നു. പരമ്പരാഗത സംഗീതവും നൃത്തവും മുതൽ പ്രാദേശിക ഭക്ഷണ വിഭവങ്ങളും കരകൗശല വസ്തുക്കളും വരെ. ചരിത്രം, വാസ്തുവിദ്യ, സംസ്കാരം എന്നിവ സുഗമമായി സമന്വയിപ്പിക്കുന്ന ഒരു നഗരമാണ് ബീജാപ്പൂർ. ഇന്ത്യയുടെ ഭൂതകാലം പര്യവേഷണം ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലം. നീതിയുടെ ഹാളായി വർത്തിച്ച ചരിത്രപരമായ ഒരു കെട്ടിടമായ അസർ മഹലിൽ പേർഷ്യൻ വാസ്തുവിദ്യയും സങ്കീർണമായ കൊത്തുപണികളുമുണ്ട്. ഈ കെട്ടിടം ഇപ്പോൾ മുസ്ലിം ആരാധനാലയമാണ്. കൂടാതെ നഗരത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു പ്രധാന ഭാഗവുമാണ്. ആദിൽ ഷാഹി രാജവംശത്തിൻ്റെ സൈനിക വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്ന ഒരു ചരിത്ര പീരങ്കിയായ മാലിക് ഇ മൈതാൻ ശ്രദ്ധേയമായ കാഴ്ചയാണ്. ഔറംഗസേബ് നിർമ്മിച്ചതാണ് എന്നൊരു ലിഖിതമാണ് പീരങ്കിയിലുള്ളത്. മധ്യകാലഘട്ടത്തിലെ ഏറ്റവും വലിയ പീരങ്കികളൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഹൈദർ ഖാൻ നിർമ്മിച്ച 24 മീറ്റർ ഉയരമുള്ള വാച്ച് ടവറായ ഉപ്ലി ബുർജ് നഗരത്തിൻ്റെ വിശാലമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. 2 കൂറ്റൻ പീരങ്കികൾ ഗോപുരത്തിൻ്റെ മുകളിലുണ്ട്. AD 1672 അലി ആദിൽ ഷാ രണ്ടാമൻ നിർമ്മിച്ച പൂർത്തിയാകാത്ത ശവകുടീരമായ ബാര കമാൻ നഗരത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഒരു തെളിവാണ്. ശവകുടീരത്തിന് ചുറ്റും 12 കമാനങ്ങൾ ഈ സ്മാരകത്തിലുണ്ട്. പക്ഷേ രാജാവിൻ്റെ അകാല മരണം കാരണം ഇത് അപൂർണമായി തുടരുന്നു. സാത് മൻസിൽ, മെഹ്തർ മൻസിൽ, സാത് കബാർ, സംഗീത് നാരി മഹൽ, ആനന്ദ് മഹൽ, ജാമി മസ്ജിദ്, സിറ്റാഡൽ തുടങ്ങിയ നിരവധി സ്മാരകങ്ങൾ ബീജാപ്പൂരിലുണ്ട്. ഈ സ്മാരകങ്ങളിൽ ഓരോന്നും നഗരത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലേക്കും സാംസ്കാരിക പൈതൃകത്തിലേക്കും ഒരു നേർക്കാഴ്ച നൽകുന്നു. കൂടാതെ അവ നിർമ്മിച്ച കരകൗശല വിദഗ്ധരുടെ കലാപരവും വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിനും അവ തെളിവാണ്. ആയിരത്തി 1561 ആദിൽ ഷാ ഒന്നാമൻ നിർമ്മിച്ച ഗഗൻ മഹൽ എന്ന കൊട്ടാരം ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഉദാഹരണമാണ്.
16-ാം നൂറ്റാണ്ടിൽ ആദിൽ ഷാ ഒന്നാമൻ ആരംഭിച്ച ജുമാ മസ്ജിദ് പള്ളി നിർമ്മാണം പൂർത്തിയായില്ല. ജോദ് ഗുംബസിൽ ഖാൻ മുഹമ്മദിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉപദേഷ്ടാവ് അബ്ദുൾ റസാഖ് ഖാദിരിയുടെയും ശവകുടീരങ്ങളാണ്.